നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈശ്വര, ഞാൻ കുറെ നാളുകളായി ഒരേ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടാ നിന്റെ മുമ്പിൽ കൈകൂപ്പുന്നത്. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. അതെന്തിനാ രണ്ടെണ്ണം? രണ്ടും ഒരുപോലത്തെ അല്ലേ? ഇത് നമ്മുടെ മോക്കും ഇത് ശിവരാമേട്ടന്റെ മോക്കും. നമ്മുടെ മോളും ആ മോളും ഒരു ദിവസം ജനിച്ചത്. ഇതുപോലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ ശിവരാമേന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. നമ്മുടെ മോൾ ഇതൊക്കെ വെച്ച് കളിക്കുന്ന കാണുമ്പോ അദ്ദേഹത്തിന് വിഷമമായിന്ന് വരും. അതുകൊണ്ട് ആ മോൾക്കും നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. ആയിക്കോട്ടെ. അതുകൊണ്ട് ഇനിയല്ല രണ്ടെണ്ണം എടുത്തോ. സച്ചേട്ടാ, വാ തുറക്ക്. ആ എന്തിനാ മോളെ നീ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നത്? നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാ പോരെ? മുറിയിലിരുന്നിട്ട് ബോറടിക്കാച്ചാ. ആ, കുഞ്ഞിനെയും നിന്നെയും നോക്കാൻ ജോലിക്ക് ആരെങ്കിലും ഏർപ്പാട് ചെയ്യട്ടെ. വേണ്ടച്ചാ, എന്റെ കുഞ്ഞിന്റെ കാര്യം അച്ചുചേച്ചി നല്ലപോലെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനായിട്ട് ഇനി വേറെ ആരും വേണമെന്നില്ല. സച്ചിക്കും അർച്ചനയ്ക്കും കുഞ്ഞുണ്ടാകാൻ താമസിക്കുന്നോണ്ട് അർച്ചന മോൾക്ക് കുഞ്ഞുങ്ങളോട് വലിയ ഇഷ്ടമായിരിക്കും. ആ ഇഷ്ടം കൊണ്ടാ നിങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവും വരാതെ നോക്കുന്നത്. എന്ത് വേണം? ആവണി മോളോ? വരൂ വരൂ, ഇരിക്കും. ചക്കടുവാവേ, അമ്മമ്മയുടെ മുത്താണോ ഇത്? ചിക്രിമണി, എന്നെ സുഖാണോ? എന്താണ്? അവണിമോക്ക് ഒരേ നിർബന്ധം, കുഞ്ഞിനെ കാണണമെന്ന്. ആണോ? അങ്ങനെ അവളെയും കൂട്ടി വന്നതാ. ഈ പറഞ്ഞത് ചുമ്മാ ചെയ്തു കേട്ടാ. അവിടെ മോള് ഒരു തവണ പറഞ്ഞു നിർബന്ധമേ ഇതാ ഇവിടെ മാഷിനായിരുന്നു. ഇങ്ങോട്ട് വരാനും കുഞ്ഞിനെ കാണാനും ഒരു കാരണം നോക്കിയിരിക്കുക മാഷ്. ഇങ്ങോട്ട് വരാൻ എന്തിനാ കാരണമൊക്കെ? എപ്പോ വേണമെങ്കിലും വന്നൂടെ? അച്ചു കുട്ടിയെ എന്നെ പോലെ തന്നെ കുഞ്ഞിന്റെ അവകാശമുള്ളവരാ മാഷും കമലയൊക്കെ. ആ അവകാശം ഒരു കാരണവശാലും ഞങ്ങൾ ആരും നിഷേധിക്കില്ല. അറിയാം, എങ്കിലും ഒരു അതിന്റെ ആവശ്യമില്ലെന്നാ ഞാനിപ്പോ പറഞ്ഞത്. ആവണി, എന്താ നിനക്കല്ലേ ആദരാന്റിയുടെ കുഞ്ഞിനെ കാണണോന്ന് പറഞ്ഞത്? ദാ വന്ന് നോക്ക്. ഹായ് ചക്കരി. നോക്കില്ലേ? എന്താടാ എന്റെ കയ്യിലേക്ക് തന്നെ? ഈച്ചോടാ, നീ എടുക്കാറൊന്നും ആയിട്ടില്ല. കുറച്ചുകൂടെ വളരട്ടെ എന്നിട്ട് എടുക്കാവേ. ഈ മോള് കുറച്ചുകൂടി വളർന്ന എനിക്ക് എടുക്കാൻ പറ്റില്ല. ആ ബെസ്റ്റ്.
മോള് വലുതാവുന്ന കാര്യമല്ല പറഞ്ഞത്, നീ വലുതാവുന്ന കാര്യം. ആ ബെസ്റ്റ്. അയ്യോ, അവിടെ മോള് വിഷമിക്കണ്ട. അമ്മേ, അവളുടെ കയ്യിലേക്ക് കൊടുക്ക. അയ്യോ എടി താച്ചമ്മേ. ഒരു കാര്യം ചെയ്, നീ അവിടെ പോയിരിക്കും. കേറിയിരിക്കെ. ഓ പതുക്കെ നോക്കിക്കോണേ. ആ ആ, തലയുടെ അവിടെ വെച്ചു. എടി കുഞ്ഞിപ്പെണ്ണെ, നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ നിന്റെ ആവണി ചേച്ചിയാ. അയ്യോ ടുടുടു. ചേച്ചിയെ പോലെ മോളും മിടിക്കാവണം കേട്ടോ. അയ്യോ ഇത്രയ്ക്കും മിടുക്ക് വേണോ? പിന്നല്ലാതെ ആവണി മോളുടെ മിടുക്ക് എന്തായാലും വേണം. ഇവിടെ പിടിച്ചു മോളെ. കുഞ്ഞാവേ. സച്ചിയും സന്ദീപും അർച്ചനയൊക്കെ എവിടാ മോളെ? സന്ദീപ് മോളിലുണ്ട്. ചേച്ചിയും സച്ചേട്ടനും പുറത്തു പോയെന്നാ ആ തോന്നുന്നു. സച്ചി അർച്ചനയും കുഞ്ഞിനെന്തോ വാങ്ങണമെന്ന് പറഞ്ഞു പോയി. ആ സച്ചേട്ടാ, കുഞ്ഞിന് വേണ്ടതെല്ലാം നമ്മൾ വാങ്ങിയല്ലോ അല്ലേ? പിന്നെ വാങ്ങാതെ? ഒരു 5 വയസ്സ് വരെ മോക്ക് കളിക്കാനുള്ളതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അവക്ക് ഒന്നിനൊരു കുറവ് നെല്ലിശ്ശേരി ഉണ്ടാവരുത്. അത് സന്ദീപും ആതിരയും ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാനും താനും വേണം ശ്രദ്ധിക്കാൻ. കുഞ്ഞ് അവരുടേതാണെങ്കിലും നമ്മുടെ കുഞ്ഞായിട്ട് വേണം നമുക്കതിനെ വളർത്താൻ. സച്ചേട്ടാ, കാറൊന്ന് നിർത്തി. ഞാനിന്ന് അമ്പലത്തിന്റെ നടയും തൊഴുതിട്ട് വരാം. എടോ, അമ്പലത്തിലേക്ക് നമുക്ക് വൈകിട്ട് വന്നാ പോരെ? അല്ല സച്ചേട്ടാ, എനിക്ക് വലിയൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞിട്ട് ഞാൻ ദാ വരുന്നു. ഈശ്വര, ഞാൻ കുറെ നാളുകളായി ഒരേ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടാ നിന്റെ മുമ്പിൽ കൈകൂപ്പുന്നത്. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ഞങ്ങള് ഒരു കുഞ്ഞിനെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ സച്ചേട്ടൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാവാൻ വൈകുന്നതെന്ന് സച്ചേട്ടൻ അറിയുന്നതിന് മുൻപ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നീ തരണം. ട്രീറ്റ്മെന്റ് നല്ലപോലെ നടക്കാൻ നീ സഹായിക്കണം. ഞങ്ങൾക്കിടയിലേക്കൊരു കുഞ്ഞ് വരണമെന്ന് സച്ചിൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.